എനിവേസ് നമുക്ക് കെമിസ്ട്രി ഓഫ് ബയോമോളിക്യൂൾസ് ആണ് ഇന്ന് MCQs ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ എന്തൊക്കെയാണ് കെമിസ്ട്രി ഓഫ് ബയോമോളിക്യൂൾസിൽ, അതായത് കെമിസ്ട്രി ഓഫ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന സെക്ഷൻ എനിക്ക് തോന്നുന്നു MLT-യുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ്. MLT സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അത് തന്നെ നമ്മൾ പല ബയോകെമിസ്ട്രി സെപ്പറേറ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ചില കാര്യങ്ങൾ അല്ലെ. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എനിക്ക് തോന്നുന്നു സയന്റിഫിക് ഓഫീസറിന്റെ പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ എന്താ MCQs ഡിസ്കഷൻസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന്. ഇനിയിപ്പം ഇത് കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി റിവൈസ് ചെയ്തവരാണെങ്കിലോ they also will be beneficial. Okay. So first, okay, carbohydrates. Okay, ഞാൻ എൻ്റെ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ കെമിസ്ട്രി, അതിന്റെ ഈ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അതിൽ ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പൊ അത് എന്താണ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സ്. ഇതാണ് ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന് വാരിയസ് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ അല്ലെ. കാർബോഹൈഡ്രേറ്റ്സിന് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ബൈ ഒന്ന് ലൈക് മോണോസാക്രൈഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നൗ ഒലിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ് അല്ലെ. അപ്പം മോണോസാക്രൈഡ്സിൽ വരുന്നതാണ്. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദി കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് അപ്പോൺ ഹൈഡ്രോളിസിസ് എന്ത് ചെയ്യുന്നില്ല, ലൈക് സിംപിൾ യൂണിറ്റ്സ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ മോണോസാക്രൈഡ്സിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഫെർദർ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ, അതാണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഒലിഗോസാക്രൈഡ്സ് തന്നെ ഡൈസാക്രൈഡ്സ്, ട്രൈസാക്രൈഡ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഒന്ന് സൂക്രോസും, ഒന്ന് ലാക്ടോസ്, അതുപോലെ തന്നെ മാൾട്ടോസ്. ഓക്കെ, ഇനി പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മോർ ദാൻ 8 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് വൺസ് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടർ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ലൈക് മോർ ദാൻ ലൈക് 8 യൂണിറ്റ്സ് ആയിട്ട് ലൈക് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ മോണോമേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. അത്ര ക്ലാസ്സസിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? സ്റ്റാർച്ച് ഇസ് എ പോളിസാക്രൈഡ്, ഗ്ലൈക്കോജൻ which is known as animal starch, പിന്നെ സെല്ലുലോസ്. ഇതൊക്കെ എന്താണ് പോളിസാക്രൈഡ്സിൽ വരുന്നതാണ്. ഇതാണ് കാർബോഹൈഡ്രേറ്റ്സിനെ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം രണ്ട് ടൈപ്പ് ആണുള്ളത്. വൺ ഇസ് ആൽഡോസിസ്. ആൽഡോസിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഞാൻ ഈ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാട്ടോ. ലൈക് ഐദർ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താലും മതി. ഓക്കെ, ആൽഡോസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരിക്കും? ആൽഡിഹൈഡ്. യെസ്, വെരി ഗുഡ്. അവിടെ ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. ആൻഡ് അബൌട്ട് കീറ്റോസിസ്, അവിടെ എന്താണ്? ഒബ്വിയസ്ലി കീറ്റോൺ ബോഡീസ് ആണ് അവിടെ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ഒരു ആൽഡോസിന് ഒരു എക്സാമ്പിൾ പറയൂ ആരേ? ഗ്ലൂക്കോസ്. യെസ്, വെരി ഗുഡ്. ഗ്ലൂക്കോസ് ഇസ് എൻ എക്സാമ്പിൾ. അതുപോലെ തന്നെ നമുക്ക് ഇത് പറയാം ഗാലക്ടോസ് ഇസ് അനദർ എക്സാമ്പിൾ. ഇനി കീറ്റോസിസിൽ വരുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീറ്റോസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫ്രക്ടോസ്. Now, okay. Now another classification എന്ന് പറയുന്നത് based on the carbon atoms. Okay, based on the number of carbon atoms or based on the carbon atoms.
സോ ബേസ്ഡ് ഓൺ കാർബൺ ആറ്റംസ്, അതായത് ഇപ്പം കാർബൺ ആറ്റംസിന്റെ നമ്പർ അനുസരിച്ച്, ഇപ്പൊ 3 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് ട്രയോസിസ് എന്ന് വിളിക്കാം. 5 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ പെന്റോസിസ് എന്ന് വിളിക്കാം. 6 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ഹെക്സോസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഇസ് എ 3 കാർബൺ അങ്ങനെ ലൈക്ക് ഹെപ്റ്റോസിസ് ആണ്, പിന്നെ 8 carbon compound occurs അങ്ങനെ പോകും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, based on the number of the carbon atoms, it can be classified as triosis, pentosis, hexosis. Okay. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ് മ്യൂട്ടാറൊട്ടേഷൻ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഐസോമറിസം, അതായത് ഡി ഐസോമേഴ്സ്, എൽ ഐസോമേഴ്സ്, എപ്പിമേഴ്സ് എന്താണ്, അനോമേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ, പിന്നെ റെഡ്യൂസിങ് വേഴ്സസ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്, ഊസോൺ ഫോർമേഷൻ, എസ്റ്ററിഫിക്കേഷൻ, ഈതറിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതിലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കീ കൺസെപ്റ്റ്സ്, കാർബോഹൈഡ്രേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന കീ കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാണെങ്കിൽ മ്യൂട്ടാറൊട്ടേഷൻ എന്താണ്, ഞാൻ ജസ്റ്റ് എല്ലാം നോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, മ്യൂട്ടാറൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, അല്ലെ, ഒരു ഷുഗർ സൊല്യൂഷന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷനിലുള്ള ചേഞ്ച് ആണ് ഡ്യൂ ടു ഇന്റർ കൺവേർഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ആൽഫ ആൻഡ് ബീറ്റ അനോമേഴ്സ്. ഓക്കെ, അപ്പൊ ആൽഫ ആൻഡ് ബീറ്റ അനോമേഴ്സിലുള്ള ഇന്റർ കൺവേർഷൻസ് കാരണം എന്ത് ചെയ്യാണ്, അതായത് ഒരു ഷുഗർ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെന്താണ്, ഒരു ഒപ്റ്റിക്കൽ റൊട്ടേഷനിലുള്ള എബിലിറ്റി, ദാറ്റ് ഈസ് കോൾഡ് മ്യൂട്ടാറൊട്ടേഷൻ. ഓക്കെ, ഗ്ലൂക്കോസ് 2 അനോമറിക് ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആൽഫ ഡി ഗ്ലൂക്കോസും അതുപോലെ തന്നെ ബീറ്റ ഡി ഗ്ലൂക്കോസും. ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഈ C1ലുള്ള OH ഗ്രൂപ്പ് ഡൗൺ ആയിരിക്കും, ആൻഡ് ബീറ്റ ഡി എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് അറ്റ് C1 is. സോ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആൽഫ ഡി ഗ്ലൂക്കോസ് എന്താണ്, ഓപ്പൺ ചെയിൻ ഫോമും അതുപോലെ തന്നെ ജസ്റ്റ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആയിട്ട് ഇന്റർ കൺവേർഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ ചെയിൻ ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ വരുന്ന ചേഞ്ചസിന് കാരണമാകുന്നത്. ഓക്കെ, സോ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ അതിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വരുന്നത് +112 ഡിഗ്രി. പിന്നെ ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് +19 ഡിഗ്രി. ആൻഡ് ഇക്വിലിബ്രിയം മിക്സ്ചർ ആണെങ്കിൽ ജസ്റ്റ് 52.7 ഡിഗ്രി. ഈ ജസ്റ്റ് ഈ ടേംസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അതായത് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വരുന്നത് എത്രയാണ്, ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എത്രയാന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ ഐസോമറിസംസ്. ഓക്കെ, ജി ഐസോമറിസം, എൽ ഐസോമറിസം, എൽ ഫോംസ്, ജി ഫോംസ് എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പം ഈ ഒരു അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാർബണിന് അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇപ്പം ഇതിലുള്ള ഈ കോമ്പൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു കാർബണിൽ 4 വാലൻസീസും ഫില്ല് ചെയ്തിരിക്കുന്നത് 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണെങ്കിൽ അതൊരു അസിമെട്രിക് കാർബൺ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം എപ്പോഴും അസിമെട്രിക് കാർബൺ ഇപ്പൊ കാർബൺ നിന്ന് ഫാർദസ്റ്റ് ആണോ എന്നുള്ളതിനെ അതിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഗ്ലിസറാൾഡിഹൈഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഡി ആൻഡ് എൽ ഫോംസ് കിട്ടും. ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് OH റൈറ്റ് സൈഡിലും എൽ ഗ്ലൂക്കോസ് OH ലെഫ്റ്റ് സൈഡിലും. ഓക്കെ, എനിവേസ് എന്താണ് എപ്പിമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. അത് ഒരു സിംഗിൾ കൈറൽ കാർബൺ ആറ്റത്തിൽ വരുന്ന കോൺഫിഗറേഷനിൽ വരുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന പെയർസിനെയാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സെപ്റ്റ് ആനോമറിക് കാർബൺ ഒഴികെ ബാക്കി എല്ലാ കാർബൺസിലും വരുന്ന കോൺഫിഗറേഷൻ ഡിഫറൻസ്. ഓക്കെ, എപ്പിമേഴ്സിന് എക്സാമ്പിൾസ് ആണെങ്കിൽ എപ്പിമേഴ്സ് ആണെങ്കിൽ ഇവിടെ ഗ്ലൂക്കോസും മാനോസും, ഗ്ലൂക്കോസ് ആൻഡ് മാനോസ്, അവിടെ ഈ കാർബണിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് C2 ആണ്. എപ്പിമറിക് കാർബൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെയും മാനോസിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് C2 കാർബണിൽ വരുന്ന ഡിഫറൻസ് ആണ്. പിന്നെ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് അവിടെ വരുന്നതാണെങ്കിൽ C4 കാർബൺ ആണ്. ഓക്കെ,
അപ്പൊ അനോമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് ദാറ്റ് ഡിഫർ അറ്റ് ദി അനോമറിക് കാർബൺ. അതിപ്പം അനോമറിക് കാർബൺ എന്ന് പറയുമ്പം ഇപ്പം ആൽഡോസിസിലാണെങ്കിൽ C1 ആണ് അനോമറിക് കാർബൺ, കീറ്റോസിലാണെങ്കിൽ C2 ആണ്. ഓക്കെ, അപ്പം അനോമേഴ്സ് ഇപ്പൊ ആൽഫ ഡി ഗ്ലൂക്കോസ് അതുപോലെ തന്നെ ബീറ്റ ഡി ഗ്ലൂക്കോസ് ഇതിലൊക്കെ എന്താണ് കാർബൺ ഗ്രൂപ്പ്സിൽ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കി വെക്കും. ആൻഡ് ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ. ഇപ്പൊ ഡെഫിനിഷൻ ഓഫ് എ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കൊവാലന്റ് ബോണ്ട് ആണ്. ഈ ഒരു ഷുഗറിന്റെ അനോമറിക് കാർബണും അനദർ മോളിക്യൂൾസിന്റെ OH ഗ്രൂപ്പും തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു കൊവാലന്റ് ബോണ്ട് ആണ് എന്ത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ടൈപ്സ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് എന്ന് പറയുന്നത് ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആണ്. ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സിന് എക്സാമ്പിൾ ആണ് ഇപ്പം ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് വരുന്ന കോമ്പൗണ്ട്സ് ഏതാണ്, സോറി, മാൽട്ടോസ്. മാൽട്ടോസിൽ വരുന്ന കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ബോണ്ട് എങ്ങനെയാണ് വരുന്നത്, ആൽഫ 1,4 ബോണ്ട് ആണ് വരുന്നത് മാൽട്ടോസിൽ. ആൻഡ് ബീറ്റ ഡി ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ്, ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ലാക്ടോസ് ആണ് വരുന്നത്. ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ടിൽ ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറയുമ്പോൾ ബീറ്റ 1 to 4 ബോണ്ട്, അതായത് ബീറ്റ 1,4 ബോണ്ട് ആണ് ലാക്ടോസിലുള്ളത്. മാൾട്ടോസ് ആണെങ്കിൽ ആൽഫ 1,4 ബോണ്ട്. അപ്പം ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് ഒന്നിൽ വരുന്നത്, മറ്റേതിൽ എന്താണ് ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സിന്റെ എക്സാമ്പിൾസ് അടുത്തിരിക്കാം. മാൽട്ടോസിലാണെങ്കിൽ ആൽഫ 1,4, ലാക്ടോസിലാണെങ്കിൽ ബീറ്റ 1,4, സുക്രോസിലാണെങ്കിൽ ആൽഫ 1,2 ആൻഡ് ആൽഫയും ബീറ്റയും, അതിന്റെ ആൽഫയുടെ 1ഉം ഫസ്റ്റ് കാർബണും ബീറ്റയുടെ സെക്കൻഡ് കാർബണും തമ്മിൽ. ആൻഡ് ഗ്ലൈക്കോജൻ ആണെങ്കിൽ ആൽഫ 1,4 ടു ആൽഫ 1,6 ലിങ്കേജസ്, സെല്ലുലോസ് ആണെങ്കിൽ ബീറ്റ 1,4 ലിങ്കേജസ്. ഓക്കെ, ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ഫോം ചെയ്യുന്നത് കണ്ടൻസേഷൻ റിയാക്ഷൻസ് വഴിയാണ്. ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനോമറിക് കാർബൺ ആണ് ഇവിടെ ഇൻവോൾവ് ആകുന്നത്. ഓക്കെ, പിന്നെ എന്താണ് റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്? മോസ്റ്റ് എക്സാംസിനും ഇതിലെന്നല്ല ഒട്ടുമിക്ക എക്സാംസിനും ചോദിക്കുന്നതാണ് റെഡ്യൂസിങ് ഷുഗർ അല്ലെങ്കിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, നമുക്ക് ഇപ്പൊ ഷുഗേഴ്സിൽ നമ്മൾ പറഞ്ഞു രണ്ട് കോമ്പൗണ്ട്സ് ഒക്കെ തമ്മിൽ ബോണ്ട് ചെയ്തിട്ടാണെങ്കിൽ, അങ്ങനെ ബോണ്ട് ചെയ്ത് വരുമ്പം ഫ്രീ ആയിട്ട് ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, അതായത് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ റെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പം അവിടെ ഫ്രീ ആയിട്ട് റെഡ്യൂസ്ഡ് ആവാൻ ആരുമില്ല. ഓക്കെ, സോ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇത് റെഡ്യൂസിങ് ആണ്. കാരണം ഒരു റെഡ്യൂസിങ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് അവരോട് റിയാക്ട് ചെയ്യും, they will get reduced. Okay, so reducing sugars എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കുന്ന ഷുഗേഴ്സ് that are capable of reducing metal ions. എന്താണ്, reducing and non reducing sugars. Okay, അപ്പം reducing sugars എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഫ്രീ കീറ്റോൺ ഗ്രൂപ്പ്സ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഫ്രീ കീറ്റോൺ ഗ്രൂപ്പ്സ് വിൽ ബി പ്രസന്റ് ആൻഡ് മെറ്റൽ അയോൺസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ആൻഡ് റെഡ്യൂസിങ് ഷുഗേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫ്രക്ടോസ് റെഡ്യൂസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് അതെന്താണ്, ഇപ്പം ആൽക്കലൈൻ മീഡിയത്തിൽ ഈ ഫ്രക്ടോസ് ഇറ്റ് വിൽ കൺവേർട്സ് ഇൻ ടു ഗ്ലൂക്കോസ് ഇൻ ആൽക്കലൈൻ മീഡിയം. ആൽക്കലൈൻ മീഡിയത്തിൽ അതെന്താണ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഫ്രീ ആയിട്ടുള്ള അനോമറിക് കാർബൺസ് ഒന്നും തന്നെ പ്രസന്റ് ആയിരിക്കില്ല. സോ ഷുഗേഴ്സ് വിത്ത് നോ ഫ്രീ അനോമറിക് കാർബൺ ആണെന്ത് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഫ്രീ അനോമറിക് കാർബൺ. സോ ഫ്രീ ആയിട്ടുള്ള അനോമറിക് കാർബൺസ് ഒന്നും തന്നെ പ്രസന്റ് ആയിരിക്കില്ല. സോ അതെന്താണ്, ഒരു മെറ്റൽ അയോൺസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ മോർ അനോമറിക് കാർബൺസും അവിടെ എന്താണ്, ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഏതൊക്കെ അനോമറിക് കാർബൺസ് ഉണ്ടോ അവരൊക്കെ എന്താണ് ഒരു ബോണ്ടിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവർ ഫ്രീ ആയിട്ട് കിടക്കില്ല.
അതുകൊണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. ദാറ്റ് ഇസ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂക്രോസ്, അതുപോലെ തന്നെ ട്രിഹാലോസ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സൂക്രോസ്. ഇത് വെച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറ്, സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണോ എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഓക്കെ, ആൻഡ് റെഡ്യൂസിങ് ഷുഗേഴ്സിനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പൊ എന്താ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്താ, ബെനഡിക്ട് ടെസ്റ്റ്, ഫിലിംസ് ടെസ്റ്റ്, ടോളറൻസ് ടെസ്റ്റ്, ജസ്റ്റ് പേരെങ്കിലും അറിഞ്ഞിരിക്കുക. ആൻഡ് ഗ്ലൂക്കോസ് റെഡ്യൂസിംഗ് ആണ്, ഫ്രക്ടോസ് റെഡ്യൂസിംഗ് ആണ്, മാൾട്ടോസ് റെഡ്യൂസിംഗ് ആണ്, ലാക്ടോസ് റെഡ്യൂസിംഗ് ആണ്, സുക്രോസ് എന്തെല്ലാം, ഇറ്റ് ഇസ് എ നോൺ റെഡ്യൂസിംഗ് ഷുഗർ. പിന്നെയുള്ള ഒരു റിയാക്ഷൻ ആണ് ഓസോസോൺ ഫോർമേഷൻ. ഒരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് ഓസോസോൺ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓസോസോൺസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഈ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഫിനാൽ ഹൈഡ്രസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ക്രിസ്റ്റലൈൻ ഡെറിവേറ്റീവ് ആണ് ഓസോസോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓസോസോൺ ഫോർമേഷൻ. ഓസോസോൺസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ ഷുഗറും ഫിനൈൽ ഹൈഡ്രസീനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്, ഓസോസോൺ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓസോസോൺ ഫോർമേഷൻ എപ്പോഴും ഓസോസോൺ ഫോർമേഷനിൽ ഇൻവോൾവ് ആകുന്ന കാർബൺസ് എന്ന് പറയുന്നത് C1 ആൻഡ് C2 ആറ്റംസ് ആണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പം C1ലും C2ലും ഡിഫറെന്റ് ആയിരിക്കുന്ന ഷുഗേഴ്സ് ഒക്കെ എന്താണ്, സെയിം ഓസോസോൺ ആണ് തരിക. ഓക്കെ, ഇപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിൽ സെയിം ഓസോസോൺ, ഫ്രക്ടോസ് ആണെങ്കിൽ സെയിം, മാനോസ് ആണെങ്കിൽ സെയിം, ഗാലക്ടോസ് ആണെങ്കിൽ മാത്രമാണ് ഡിഫറെന്റ് ഓസോസോൺ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. ക്ലിയർ? കാരണം എന്താണ്, ഈ C1ലും C2ലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ, ഡിഫറൻസ് ആണെങ്കിൽ they will give the same ഓസോസോൺ. ഓക്കെ, സോ ഇവിടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാനോസ് എന്താണ്, they will give same ഓസോസോൺ പ്രൊഡക്റ്റ്. ആൻഡ് ഷുഗേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓസോസോൺ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെഡ്യൂസിങ് ബെനഡിക്സ് ഏജന്റ് വെച്ചിട്ട് റെഡ്യൂസിങ് ആണോ നോൺ റെഡ്യൂസിങ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു ഷുഗർ റെഡ്യൂസിങ് ആണോ നോൺ റെഡ്യൂസിങ് ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന റിയേജൻസ് ഏതൊക്കെയാണ്, ബെനഡിക്ട് റിയേജന്റ്, ഫെലിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ ടോളറൻസ് റിയേജന്റ്. ഓക്കെ, പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ, അതുപോലെ തന്നെ എത്തറിഫിക്കേഷൻ. എന്താണ് ഒരു എസ്റ്റർ, എന്താണ് ഒരു ഈതർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. RCOOR ആണ് എസ്റ്റർ, ROR ആണ് ഒരു ഈതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എന്താ, ഒരു ഷുഗറിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ്. ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നു, ആൻഡ് അസറ്റൈലേഷൻ ഓഫ് ഗ്ലൂക്കോസ് അസറ്റേറ്റ് ആയി മാറുന്നു. ഇവിടുത്തെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ മെറ്റബോളിസത്തിലൊക്കെ ഷുഗർ ഫോസ്ഫേറ്റ്സ് ഫോം ചെയ്യുന്നത് ഈ ഒരു റിയാക്ഷൻ വഴിയാണ്. അതുപോലെ തന്നെ ഗ്ലൈക്കോളിസിന്റെ പല ഇന്റർമീഡിയറ്റ്സും ഈ പറയുന്ന എസ്റ്ററിഫിക്കേഷൻ അല്ലെങ്കിൽ ഈതറിഫിക്കേഷൻ വഴിയാണ്, എസ്റ്ററിഫിക്കേഷൻ വഴിയാണ്. Okay, now speaking about this esterification reaction, ഇവിടെ ഷുഗർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ആൽക്കഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, ഈതേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഷുഗർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്, ഓൾസ് ഗ്രൂപ്പ്സ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എസ്റ്റേഴ്സ് അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈ ഷുഗറിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഓയിൽസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരു ആൽക്കഹോളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഈതേഴ്സ്. ഓക്കെ, അപ്പം ഗ്ലൂക്കോസിന്റെ മെഥിലേഷൻ, അതായത് മെഥിലേറ്റഡ് ഗ്ലൂക്കോസ്, ഓക്കെ, അത് ഈതറിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഗ്ലൈക്കോസൈഡ്സിന്റെ ഫോർമേഷൻ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആൽഫയിൽ നിന്നും ബീറ്റാ ഫോംസിലേക്ക് മാറുന്ന ആ ഒരു ഇന്റർ കൺവേർഷൻ ആണെന്ന് മനസ്സിലാക്കുക. റെഡ്യൂസിങ് ഷുഗേഴ്സിലാണ് മ്യൂട്ടാ റൊട്ടേഷൻ നടക്കുക. ഓക്കെ, പിന്നെ G and L ഫോംസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കൈറൽ കാർബൺസിൽ വരുന്ന ഡിഫറൻസ് ആണ്. എപ്പിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൽ വരുന്ന ഡിഫറൻസ് ആണ്. അനോമേഴ്സ് എന്ന് പറഞ്ഞാൽ ആനോമറിക് കാർബണിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്തായിരുന്നു, കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്നതാണ്. ആൽഫ അല്ലെങ്കിൽ ബീറ്റ ലിങ്കേജ് എന്താണ്. റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്
ഫ്രീ ആയിട്ടുള്ള അനോമറിക് കാർബൺസ് ഉണ്ടെങ്കിൽ അതെന്താണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണ് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണെങ്കിൽ ദേ വിൽ ബി റെഡ്യൂസിങ്. ഓസസോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും മാനോസിനും എന്താണ് സെയിം ആയിരിക്കും റിയാക്ഷൻ. ആൻഡ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഷുഗർ ഫോസ്ഫേറ്റ്സിന്റെ ഫോർമേഷൻ. എക്സാമ്പിൾ ഈതറിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈഡ്സിന്റെ ഫോർമേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഇനി നമ്മൾ ഡൈസാക്രൈഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ മോണോസാക്രൈഡ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഡൈസാക്രൈഡ്സിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, സി മാൾട്ടോസ് ആണെങ്കിൽ എന്താ ഗ്ലൂക്കോസും കമ്പൈൻ ചെയ്തതാണ് മാൾട്ടോസ്. സി ഡൈസാക്രൈഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതിന്റെ ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1,4 ലിങ്കേജ് ആണ്, റെഡ്യൂസിങ് ആണ് അല്ലെ. ലാക്ടോസ് ആണെങ്കിൽ എങ്ങനെയാ ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ്, അത് ബീറ്റ 1,4 ലിങ്കേജസ് ആണ് വരുന്നത്. ഇതും എന്താണ് റെഡ്യൂസിങ് ആണ്. ഓക്കെ, ഇനി സൂക്രോസ് എന്ന് പറയുന്നത് അനദർ ഡൈസാക്രൈഡ് ആണ്. അവിടെ വരുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും. സോ ആൽഫ 1 to 2 ബീറ്റയുടെ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും തമ്മിൽ 1-2 ലിങ്കേജസ് ആണ്. അവിടെ റെഡ്യൂസിങ് ആണോ? അല്ല, റെഡ്യൂസിങ് അല്ല. കാരണം ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പ് ഇല്ല അല്ലെ. സോ നോൺ റെഡ്യൂസിങ് ആയിട്ടുള്ള ഷുഗർ ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പോളിസാക്രൈഡ്സ്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഹോമോ പോളിസാക്രൈഡ്സ് ഉണ്ട്, അതായത് സിമിലർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്, റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഹോമോ പോളിസാക്രൈഡ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ചില്, അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ആൻഡ് സെല്ലുലോസ്. അപ്പം ഈ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് എന്ന് പറയുമ്പോൾ സ്റ്റാർച്ചിൽ എന്താണ് അമൈലോസും അമൈലോപെക്റ്റിനും ആണ്. ഹെറ്ററോ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഹയലുറോണിക് ആസിഡ്, കോൺട്രോയിറ്റിൻ സൾഫേറ്റ്, അതുപോലെ തന്നെ ഹെപ്പാരിൻ. ഹെറ്ററോയിൽ വരുന്ന ഏതാണ്? ഹെറ്ററോ പോളിസാക്രൈഡ്സിൽ വരുന്നത് ഹയലുറോണിക് ആസിഡ്, കോൺട്രോയിറ്റിൻ സൾഫേറ്റ്, ഹെപ്പാരിൻ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആൽഫ 1,4 ആണ് ബാക്ക് ബോൺ, ആൽഫ 1,6 ആണ് ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത്. ആൻഡ് എവറി 8th to 12th കാർബൺ എത്തുമ്പോൾ എന്താണ് ഒരു ബ്രാഞ്ച് ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പം സ്ട്രൈറ്റ് ചെയിൻ എന്ന് പറയുന്നത് ആൽഫ 1,4 ലിങ്കേജസും ബ്രാഞ്ച് എന്താണ് ആൽഫ 1,6. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഗ്ലൈക്കോ കോൺജുഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഗ്ലൈക്കോജനും ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പം അനദർ കോമ്പൗണ്ട്സുമായിട്ട്, അതായത് ഇപ്പൊ ലൈക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ്. ഓക്കെ, ദാറ്റ് ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രോട്ടിയോഗ്ലൈക്കൻസ് അല്ലെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്സ്. ഓക്കെ, ആൻഡ് പ്രോട്ടീൻസ് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഏകദേശം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ പ്രോട്ടീൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ് എന്താ, ലൈക് പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് അമിനോ ആസിഡ്സ് അല്ലെ. ഒരു അമിനോ ആസിഡ് ജനറൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അമിനോ ആസിഡ് എങ്ങനെയാ വരുന്നത്? കാർബൺ ഇസ് ഒരു ഞാൻ പറഞ്ഞു നേരത്തെ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ഓർക്കുക. ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ആണ് ഫിൽ ചെയ്യുന്നത്, ഒരു ഭാഗത്ത് ഒരു അമീനോ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്, പിന്നെ ഉള്ളത് ഒരു ആർ ഗ്രൂപ്പ് ആണ്. ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വാരിയബിൾ ഗ്രൂപ്പ് ആണ്. അത് ഏതും ആവും, അത് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ അമിനോ ആസിഡ്സും ഡിഫറെന്റ് ആവുന്നത്. ക്ലിയർ? ബാക്കി എല്ലാവരും എല്ലാ അമിനോ ആസിഡ്സിലും കോമൺ ആണ്. ഓക്കെ, ഇനി ഒരു എന്താണ് സ്വിറ്റർ അയോൺ? സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ pH-ല് അമിനോ ആസിഡ്സിന് ഒരു ഡൈപോളാർ അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കേസസിൽ ഇവിടെ NH3, ഇവിടെ പ്ലസ്, അപ്പൊ എന്താ പോസിറ്റീവ് ചാർജ്. ഇനി അല്ലാത്ത കേസസിൽ ഇതുണ്ടാവില്ല, പകരം ഈ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ CO മൈനസ്, അപ്പൊ നെഗറ്റീവ് ചാർജ്. പക്ഷെ ചില പെർട്ടിക്കുലർ pH-ല് ഇവർക്ക് രണ്ടുപേർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും. സി, ഒരു ഫിസിയോളജിക്കൽ pH-ൽ അമിനോ ആസിഡ്സിനും ഡൈപോളാർ അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഫോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വിറ്റർ അയോൺ. ഓക്കെ, നമ്മൾ ഈ ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതെന്താണ്? അമിനോ ആസിഡ്സിന് ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന pH നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാന്ന് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സൈഡ് ചെയിന്റെ ബേസിസിലും നോൺ പോളാർ, പോളാർ, അസിഡിക്, ബേസിക് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ന്യൂട്രീഷന്റെ ബേസിസിൽ എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Essential and non-essential ആണ്. യെസ്, വെരി ഗുഡ്. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, നമ്മൾ കഴിക്കുന്ന ലൈക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആവശ്യമുള്ള എല്ലാ 10 എസെൻഷ്യൽ അമിനോ ആസിഡും അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ഏതായിരുന്നു? അറിയോ ആർക്കെങ്കിലും? അതായത് നമുക്ക് ഒരു ഫുഡ് ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ ഈ 10 എസെൻഷ്യൽ അമിനോ ആസിഡ്സും അക്വയർ ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ദാറ്റ് ഫുഡ് ഐറ്റം? എനി ഐഡിയ? Egg. യെസ്, വെരി ഗുഡ്. എഗ്. ഓക്കെ, എഗ്ഗും പിന്നെ മിൽക്കും നമ്മൾ പറയാറുണ്ട്, പക്ഷെ മോർ സ്പെസിഫിക്കലി ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എഗ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നോൺ എസെൻഷ്യൽ എന്ന് പറയാം, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചിരിക്കുക. എന്താ ലൈക്ക് AVMP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ ബേസ്ഡ് ഓൺ മെറ്റബോളിസം എന്താണ് അതിനെ ഗ്ലൂക്കോജനിക്, കീറ്റോജനിക് അല്ലെങ്കിൽ ബോത്ത് ഗ്ലൂക്കോ കീറ്റോജനിക് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ ഐസോ ഇലക്ട്രിക് പോയിന്റ് അഥവാ PI അല്ലെ. ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ചാർജ് 0 ആകുന്ന pH, വിച്ച് മീൻസ് ആ അമിനോ ആസിഡ് സ്വിറ്റർ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന pH-നെയാണ് നമ്മൾ PI എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്താ നെറ്റ് ചാർജ് 0 അല്ലേ, കാരണം ഈക്വൽ പോസിറ്റീവ് ചാർജും ഈക്വൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പം ടോട്ടൽ ചാർജ് എന്താണ്? 0 ആണ്, കാരണം കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ഈക്വൽ -4 + 4 എന്ന് പറയുന്നത് 0 അല്ലേ. സിമിലർ കേസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ പെപ്റ്റൈഡ് ബോണ്ടിന്റെ കേസ് എങ്ങനെയാണ്? ഒരു ആൽഫ അമിനോ ഗ്രൂപ്പും അതുപോലെ തന്നെ ആൽഫ കാർബോക്സിൽ ഗ്രൂപ്പിന്റെയും ഇടയിൽ ഫോം ചെയ്യുന്നതാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഇസ് പ്രസന്റ്. പ്ലനാർ സ്ട്രക്ചർ ആണ്. പിന്നെ ട്രാൻസ് കോൺഫിഗറേഷൻ. ഓക്കെ, പിന്നെ പ്രോട്ടീന് സ്ട്രക്ചർ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എപ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കുക, അതൊന്ന് എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പ്രോട്ടീൻ സ്ട്രക്ചർ, പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി സ്ട്രക്ചറിന് അമിനോ ആസിഡ് സീക്വൻസിന്റെ സ്ട്രേറ്റ് ആയിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ അമിനോ ആസിഡ് സീക്വൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എന്താണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ തന്നെ ആൽഫ ഹെലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ടെർഷ്യറി സ്ട്രക്ചർ. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ 3 ഡയമെൻഷണൽ ഒരു കൈൻഡ് ഓഫ് ഫോൾഡിംഗ് ആണ് നടക്കുന്നത്. അത് ഒരുപാട് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ് ലൈക്ക് അയോണിക് ബോൺസ്, ഡൈസൾഫേറ്റ് ബോൺസ് ഇതൊക്കെ വഴിയാണ് അത് സ്റ്റെബിലൈസ്ഡ് ആവുന്നത്. ഓക്കെ, ക്വാട്ടർണറി സ്ട്രക്ചർ ആണെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻസിലൊക്കെ എന്താണ്, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ചെയിൻസ് ആണെങ്കിൽ ഇത് എല്ലാം കൂടിയുള്ള ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസിനെയാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വിളിക്കുക. ഓക്കെ, എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ഇസ് എ ക്വാട്ടർണറി സ്ട്രക്ചർ പൊസസിങ് പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പോസിഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. കമ്പോസിഷൻ അനുസരിച്ച് സിമ്പിൾ പ്രോട്ടീൻ, കോൺജുഗേറ്റഡ് പ്രോട്ടീൻ, ഡിറൈവ്ഡ് പ്രോട്ടീൻ. ഓക്കെ, സിമ്പിൾ പ്രോട്ടീനിൽ വരുന്നതാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ അതൊക്കെ. കോൺജുഗേറ്റഡ് പ്രോട്ടീനിൽ വരുന്നതാണ് പ്രോട്ടീന്റെ കൂടെ ആരെങ്കിലും അറ്റാച്ച് ചെയ്താൽ ദാറ്റ് ഈസ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻ, അതായത് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ലിപ്പോ പ്രോട്ടീൻസ് അതൊക്കെ. ഡിറൈവ്ഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടിയോസസ്, പെപ്റ്റോൺസ് ഒക്കെ. പിന്നെ നമുക്ക് ഡീനാച്ചുറേഷൻ എന്താണെന്ന് അറിയാം. അതായത് നമുക്ക് പറഞ്ഞു ഒരു പ്രോട്ടീന് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഈ സ്ട്രക്ചർ അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ നഷ്ടമാകുക വിത്തൗട്ട് ബ്രേക്കിംഗ് ദിസ് പെപ്റ്റൈഡ് ബോണ്ട്. അതാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്. എന്താണ്? പ്രോട്ടീന്റെ സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ നഷ്ടപ്പെടുകയാണ്, പക്ഷെ അതിനിടയിലുള്ള ഒരു ബോണ്ടും പെപ്റ്റൈഡ് ബോണ്ടും ബ്രേക്ക് ചെയ്യാണ്ട്. ഓക്കെ, ഇത് എങ്ങനെയൊക്കെയാണ് ഡീനാച്ചുറേഷൻ പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഡീനാച്ചുറേറ്റിംഗ് ഏജൻസ് എന്തൊക്കെയാണ്? ഹീറ്റ് ഇസ് ദ pH ചേഞ്ച് ചെയ്ത് നമുക്ക് ഡീനാച്ചുറേഷൻ നടത്താം. അതുപോലെ തന്നെ ഹെവി മെറ്റൽസിന്റെ പ്രസൻസിൽ ഡീനാച്ചുറേഷൻസ് നടത്താം. അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെന്റ്സ്. ഓക്കെ,
അപ്പൊ ഓർത്തിരിക്കുക, ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. കൊലാജൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണുള്ളത്. കെരാറ്റിൻ എന്ന് പറയുന്നത് റിച്ച് ഇൻ സിസ്റ്റീൻ. ആൻഡ് ആൽബുമിൻ എന്ന് പറയുന്നത് മോസ്റ്റ് അബൻഡന്റ് ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന കാറ്റഗറി ആണ് ഇത് ലിപ്പിഡ്സ്. ലിപ്പിഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ ആംഫിപാത്തിക് മോളിക്യൂൾസ് ആണ്, വിച്ച് ആർ ആക്ച്വലി സോലുബിൾ ഇൻ വാട്ടറിൽ സോലുബിൾ ആയിരിക്കില്ല, ഇൻസോലുബിൾ ആയിരിക്കും. ഇൻസ്റ്റെഡ് അവർ സോലുബിൾ ആയിരിക്കുന്നത് ഓർഗാനിക് സോൾവെന്റ്സിലാണ്. നമ്മൾ ഓയിലിന്റെ കാര്യം എടുത്താൽ മതി. ഓയിൽ ഇപ്പം വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സോലുബിൾ ആയിരിക്കുമോ? അല്ല. അപ്പൊ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ ആംഫിപാത്തിക് മോളിക്യൂൾസ് ആണ്, വിച്ച് ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. അവിടെ ക്ലാസിഫിക്കേഷൻസ് വരെയാണെങ്കിൽ സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ട് അല്ലെ. സിമ്പിൾ ലിപ്പിഡ്സിൽ വരുന്നതാണ് ഫാറ്റ്സ്, വാക്സസ് ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആണ്. കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ വരുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്, ലിപ്പോപ്രോട്ടീൻ. ഓക്കെ, പിന്നെ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ഡിറൈവ്ഡ് ലിപ്പിഡ്സിൽ വരുന്നതാണ് ഫാറ്റി ആസിഡ്സ്, സ്റ്റിറോയിഡ്സ്, അതുപോലെ തന്നെ ഫാറ്റ് സോളബിൾ വിറ്റമിൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതായിരിക്കും. ഇതിന് ഞാൻ വീണ്ടും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് വേറെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ക്ലാസിഫൈഡ് ആസ് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് അല്ലെ. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡും സ്റ്റ്യൂറിക് ആസിഡും. അൺസാച്ചുറേറ്റഡ് എക്സാമ്പിൾ ആണ് ഒലീക് ആസിഡും ലിനോലിക് ആസിഡും. ഓക്കെ, ഇതിൽ ഓർക്കുക, ലിനോലിക് ആസിഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്, essential fatty acid ആണ്. Which among the following is an essential fatty acid എന്ന് വെച്ചാൽ, essential എന്ന് പറഞ്ഞാൽ എന്താ, ഫുഡ് ത്രൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫാറ്റി ആസിഡ്, ദാറ്റ് ഈസ് ലിനോലെനിക് ആസിഡ്. ഓക്കെ, ലിനോലെനിക് ആസിഡിൽ omega-6 ബോണ്ട് ആൻഡ് ലിനോലെനിക് ആസിഡിൽ omega-3യും ലിനോലിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അതിൽ omega-6 ആണുള്ളത്. അരക്ടോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 20 കാർബൺ ആറ്റംസ് ആണ്. ഇവിടെയുള്ള നമ്മൾ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് പഠിക്കുമ്പോൾ എന്താണ് സാപ്പോണിഫിക്കേഷൻ എന്ന് അറിയണം. സാപ്പോണിഫിക്കേഷൻ നമ്പർ പഠിച്ചു വെക്കുക, ടെക്സ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് പോലെ. അയഡിൻ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കുക, ആസിഡ് വാല്യൂ, അതുപോലെ തന്നെ പെറോക്സിഡേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റിനെ ഹൈഡ്രലൈസ് ചെയ്ത് സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ദാറ്റ് ഈസ് സാപ്പോണിഫിക്കേഷൻ. ആൻഡ് അയഡിൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആസിഡ് വാല്യൂ എന്ന് പറയുന്നത് ഫ്രീ ഫാറ്റി ആസിഡ് കോണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ്. പെറോക്സിഡേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഡാമേജ് ഓഫ് ലിപ്പിഡ്സ്. പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ്. ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോസ്ഫോലിപ്പിഡ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ലസിത്തിന്റെ കാര്യം, സെഫാലിൻ, സ്ഫിൻകോമൈലിൻ. എന്തൊക്കെയാണ്? ലസിത്തിൻ, സെഫാലിൻ, സ്ഫിൻകോമൈലിൻ. ഇതൊക്കെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. അതിന്റെ ഓരോ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഫോസ്ഫാറ്റിഡൽ, സെറൈൻ, ഫോസ്ഫാറ്റിഡൽ, കൊലൈൻ, ഇതൊക്കെ ഇതിലൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ആംഫിപാത്തിക് നേച്ചർ ആണ്, അതുപോലെ തന്നെ മെംബ്രെയിൻസിന്റെ മേജർ കോമ്പോണന്റ് ആണ്. ഓക്കെ, പിന്നെ സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് കൊളസ്ട്രോള്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതൊരു സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ പ്രിക്കേഴ്സർ ആണ് അല്ലെ. അതുപോലെ ബൈൽ ആസിഡ്സ്, വിറ്റമിൻ ഡി. ഓക്കെ, LGL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അജറോജനിക് ആണ്, അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ ആണ്. HDL എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറയുന്നത് ഹാർംഫുൾ ആണ്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഓക്കെ,